ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു സുമീസ് കിച്ചൺ. ഇന്ന് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത് ചൂര എന്ന ഒരു ഫിഷ് കറിയാണ്. ചൂര എന്ന ഫിഷിൻ്റെ ചെറിയ ഫിഷാണിത്. വലിയ മീനല്ല. വലിയ മീനുണ്ട്, വലിയ പീസൊക്കെ ആയിട്ടുള്ളത്. ഇതതിൻ്റെ ചെറുതാണ്. ഇത് തയ്യാറാക്കാനായിട്ട് മല്ലി, നമ്മൾ മല്ലിപ്പൊടിയല്ല യൂസ് ചെയ്യുന്നത്, മല്ലിയാണ്. അതുപോലെ വറ്റൽ മുളക്, ഉലുവ, മഞ്ഞൾപ്പൊടി, വെളിച്ചെണ്ണ, സവാള, ഒരു പകുതി സവാള, 2 തണ്ട് വേപ്പില, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, വെളുത്തുള്ളി ഒരു 4 അല്ലി, 2 പച്ചമുളക്, തേങ്ങ. ഇത്രയാണ് നമുക്കിത് റെഡിയാക്കുന്നതിന് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ മസാല റെഡിയാക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് മല്ലി ഇട്ട് കൊടുക്കാം. ചെറിയ സിമ്മിലാണ് നമ്മൾ ഇടേണ്ടത്. നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. നമ്മളൊരു 1/4 കിലോ ഫിഷാണ് എടുത്തിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു 2.5 സ്പൂൺ മല്ലി, ഒരു 9 വറ്റൽമുളകുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വറ്റൽമുളക് എടുക്കാം, അല്ലെങ്കിൽ കുറച്ചെടുത്താൽ മതി. ഉലുവ ഒരു 1/2 ടീസ്പൂൺ ഉലുവ. ഇനി നമുക്ക് അവസാനമായിട്ട് ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത് നന്നായിട്ടൊന്ന് വറുക്കാം. തേങ്ങ ഭയങ്കരമായിട്ട് ഫ്രൈ ആവണ്ട, ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയാൽ മതി. ഇനി നമുക്കിത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് 4 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിലേക്ക് സവാള, വേപ്പില, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, പുളിക്ക് വേണ്ടി ഒരു ചെറിയ കഷ്ണം കുടംപുളി, ഇത്രയും ചേർത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റാം. സവാള നന്നായിട്ട് വഴന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി നമ്മൾ അരച്ചതിൽ മഞ്ഞൾ ഇട്ടിട്ടില്ല. നമ്മൾ അരച്ചു വെച്ച തേങ്ങയും മസാലയും കൂടി കൂട്ടി അരച്ചു വെച്ച പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചാറൊന്ന് തിളക്കാനായിട്ട് അനുവദിക്കാം. കറി ഒന്ന് തിളച്ച് കഴിഞ്ഞു. നമുക്കിതിലേക്ക് ഫിഷ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഫിഷ് എല്ലാം ഇട്ട് കഴിഞ്ഞു. നമുക്കിനി ഒരു 10 മിനിറ്റ് അടച്ചു മൂടി വേവിക്കാൻ വേണ്ടി വയ്ക്കാം. അങ്ങനെ നമ്മുടെ മീൻകറി ഏകദേശം ആവാറായിട്ടുണ്ട്. മീൻകറി റെഡി ആകുമ്പോഴേക്കും മുകളിൽ സൈഡിലായിട്ട് എണ്ണ തെളിയും. അതാണ് അതിൻ്റെ കണക്ക്. അങ്ങനെ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. വളരെ ടേസ്റ്റിയാണ്. വളരെ പഴയ കാലത്ത് വയ്ക്കുന്ന ഒരു ടേസ്റ്റൊക്കെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യും.